എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ശിവശങ്കരൻ ഹരിയുടെ വക്കീലുമൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ശിവേട്ടനോട് ഇങ്ങനെ പറയുന്നു, നമുക്ക് എൻ്റെ കാറിൽ പോകുന്ന വഴിക്ക് സംസാരിക്കാം. ഇത് കേൾക്കുന്ന ശിവേട്ടൻ, ഇതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് കോൺഫിഡൻഷ്യലാണ്. എൻ്റെ കൂടെ ഓഫീസിലുള്ള ജൂനിയേഴ്സിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ട് വണ്ടിയിലിരുന്ന് സംസാരിക്കാം. സാറ് ചെറുക്കിനെ പോയി ജയിലിൽ വെച്ച് കണ്ടിരുന്നോന്നാണ് വക്കീലിപ്പോൾ ചോദിക്കുന്നത്. മറുപടി ശിവേട്ടൻ, അവിടുത്തെ അവൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇത്തവണയെങ്കിലും ജാമ്യം കിട്ടുമെന്ന് ശിവേട്ടനിപ്പോൾ വക്കീലിനോടായി ചോദിക്കുന്നുണ്ട്. അത് ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാർ ആ പോക്സോ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ കാര്യം എളുപ്പമായേനെ. അവരുമായി ഒന്ന് സംസാരിച്ച് നോക്കിക്കൂടെ? മറുപടി ശിവേട്ടൻ, ഓൾറെഡി ഒരു പ്രാവശ്യം അവരുമൊത്ത് സംസാരിച്ചതാണ്. കൂടെ സംസാരിച്ച് അവർക്ക് ദേഷ്യമായല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ അതിനെപ്പറ്റി അവരോട് സംസാരിക്കാഞ്ഞ്. ഇത് കേൾക്കുന്ന വക്കീൽ, അത് സാരമില്ല, ഇത്തവണ ഉറപ്പായിട്ട് നമുക്ക് ജാമ്യം കിട്ടും. ഇത് തന്നെയല്ലേ ഇയാൾ എല്ലാ പ്രാവശ്യവും പറയുന്നതെന്നാണ് ശിവേട്ടൻ്റെ ചോദ്യം. ഇപ്രാവശ്യം അങ്ങനെയല്ല. അഥവാ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വക്കീൽ പണി തന്നെ ഉപേക്ഷിച്ചോളാം. ഇത്രയും കേട്ടപാടെ ശിവേട്ടൻ, അതിന് നിനക്ക് ഈ പണിയല്ലാതെ മറ്റു വല്ലതും അറിയുമോ? ഇത് കേൾക്കുന്ന വക്കീൽ പരിങ്ങളോടെ നിൽക്കുമ്പോൾ, എന്തായാലും നിനക്കറിയാവുന്ന പണിയല്ലേ, ഇത് കളയണ്ട. ഞാൻ എന്തായാലും ഇപ്പോൾ ക്ലബിലോട്ട് പോവുക, നിനക്ക് സൗകര്യം കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ ശിവേട്ടൻ്റെ ഫോണിലേക്ക് മനുശങ്കറിൻ്റെ കോള് വരുന്നു. അച്ഛാ, എന്തായി? മറുപടി ശിവശങ്കരൻ, ഞാനിപ്പോൾ വക്കീലിനെ കണ്ട് സംസാരം കഴിഞ്ഞേ ഉള്ളൂ. മനു അയാളുടെ വെള്ളിച്ചും വരുന്നുണ്ട്, 1 hourൽ എത്തുമെന്നാണ് എന്നോടിപ്പം പറഞ്ഞത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായിന്ന് മനു ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുന്നു. പെട്ടെന്നുള്ള ഗംഗാധരൻ്റെ വരവിനുദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ വീടിൻ്റെ വരാന്തയിൽ തന്നെ കാത്തു നിൽക്കുകയാണ് മനുശങ്കർ. അതുകൊണ്ട് തന്നെ കാർ വന്ന് നിന്ന പാടെ തന്നെ മനുശങ്കർ ഗംഗേട്ടൻ്റെ അടുത്ത് ചെന്ന് ബാഗും സാധനങ്ങളെല്ലാം മേടിച്ച് അകത്തേക്ക് സ്വീകരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യും? വൈജി അകത്തുണ്ടോയെന്നാണ് ഗംഗാധരൻ്റെ ചോദ്യം. അകത്ത് റൂമിലായിരിക്കുമെന്നാണ് മനു പറയുന്നത്. ഈ സമയം മനുശങ്കർ ഗംഗാധരനോടെ ചോദിക്കുന്നുണ്ട്, എന്താ വിളിച്ച പെട്ടെന്ന് ഇങ്ങനൊരു യാത്ര? ഞാൻ പറയാമെന്നാണ് ഗംഗാധരൻ്റെ മറുപടി. അങ്ങനെ ഗംഗാധരനും മനുവും കമലയും കൂടി ഡൈനിങ് ടേബിളിലിരിക്കുമ്പോൾ രഞ്ജിനിയാണ് ചായയും മറ്റ് സ്നാക്സും അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇത് കാണുന്ന ഗംഗാധരൻ, ആഹാ, ഇവിടെ ഏറ്റെടുത്ത് ഇവിടുത്തെ അടുക്കള. ഇതിനുള്ള മറുപടി എന്നോളം കമല, എന്ത് പറയാനാ ഗംഗേട്ടാ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ്. ഇത് കേൾക്കുന്ന രഞ്ജിനി അത് ശരി വെച്ചുകൊണ്ട്, അത് ശരിയാ അങ്കളെ, പ്രത്യേകിച്ച് വൈജാൻ്റെ ഇവിടേക്ക് വരുന്ന സമയങ്ങളിൽ മാത്രം. എന്താ കമലേ കേൾക്കുന്നത്? ശരിയാണോ എന്നാ ഗംഗാധരൻ ഇപ്പോൾ ചോദിക്കുന്നത്. വെറുതെ ഇവൾ ഓരോന്ന് പറയാ. ഞാനും വൈജയും സ്നേഹത്തിൽ പോകുന്നൊന്നും ഇവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ഗംഗാധരൻ ഹരിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അവൻ്റെ കാര്യം എന്തായി? മറുപടി കമല, അവനെ ഞാനൊന്ന് കണ്ടിട്ട് തന്നെ എത്ര ദിവസമായെന്നറിയോ? ഇവിടുത്തെ ആർക്കും തന്നെ അവൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ശുഷ്കാന്തിയില്ല. അതെന്താ മനു അങ്ങനെയെന്നാണ് കേട്ടപാടെ ഗംഗാധരൻ മനുവിനോട് ചോദിക്കുന്നത്. മറുപടിയെ മനു, എൻ്റെ വല്യച്ഛ, ഇതൊക്കെ അമ്മയുടെ കള്ളത്തരങ്ങളല്ലേ. അച്ഛനും ഞാനും ജയിലിൽ പോയ സമയത്ത് എത്ര പ്രാവശ്യം അമ്മയെ കൂടെ കാണാൻ വിളിച്ചതാ. അന്നൊന്നും ഹരിയെ കാണാനായിട്ട് അമ്മ കൂട്ടാക്കിയില്ലല്ലോ. പിന്നെ ഓരോന്ന് വെറുതെ ഇരുന്ന് പറയുന്നതാ. ഇനിയിപ്പോൾ അടുത്ത ഹിയറിംഗ് കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതും ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചിരിക്കും. ഇത് കേൾക്കുന്ന കമല, ഞാൻ എങ്ങനെ കഴിഞ്ഞേട്ടാ അവനെ ആ കോലത്തിൽ പോയി കാണുന്നത്? എനിക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ജാമ്യവും കിട്ടി ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. അവൻ മാത്രം ഇപ്പോഴും ജയിലില്. എല്ലാ കാര്യങ്ങളും ശരിയാവും കമല എന്ന് പറഞ്ഞ് ഗംഗാധരനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് വൈജി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഗംഗേട്ടനെ കണ്ടപാടെ വൈജി ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ട ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? മറുപടി ഗംഗാധരൻ, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരാനായിട്ട് ഞാൻ ആരോടൊക്കെ അനുവാദം ചോദിക്കണം? ഇതിപ്പോൾ എത്രാമത്തെ ആളാ ഇക്കാര്യം തന്നെ ചോദിക്കുന്നത്? മറുപടി വൈജ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഗംഗേട്ടൻ അങ്ങനെ ട്രാവലൊന്നും പ്ലാൻ ചെയ്യുന്ന ആളല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാവരും ചോദിക്കാൻ കാര്യം. മറുപടി ഗംഗാധരൻ, വീട്ടിലേക്കൊന്ന് വരണമെന്ന് തോന്നി, അതാ കാര്യം. അതിനുശേഷം ഗംഗാധരൻ വൈജയോടായി ചോദിക്കുന്നുണ്ട്, രോഹിത്തും ബബിതയും കൃഷ്ണയൊക്കെ നിന്നെ വിളിക്കാറുണ്ടോ? നീ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലേ? മറുപടി വൈജ, എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നും അവർക്ക് ബാധകമല്ലല്ലോ. അവർക്കും ബാലിനും മറ്റവളെ മതിയില്ലേ? ഇപ്പം തന്നെ അവളുടെ കൂടെ ഊരി ഉണ്ടാനായിട്ട് പോയിരിക്കുക. അവളുടെ കൂടെ ഇങ്ങനെ വല്ല വീട്ടിലൊക്കെ ചെന്ന് ഊരി തണ്ടി നിൽക്കുന്നതിന് അവർക്കൊരു മടിയുമില്ല. അത് സമ്മതിച്ചു കൊടുക്കുന്ന അച്ഛനെയാണ് അവർക്ക് വലുത്. പിന്നെ ഞാനെന്തോ സംസാരിക്കാനാ? എന്തൊക്കെയായാലും ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളം പൊളിഞ്ഞില്ലേ. ഇനിയിപ്പോൾ പുതിയതായിട്ട് എന്ത് കള്ളം പറയാനാ? അലീന ബാലൻ്റെ മകളാണെന്നായിരുന്നല്ലോ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ ശരി വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ കൂട്ടുനിന്നില്ലേ? ഇക്കാര്യത്തിൽ ഗംഗേട്ടന് മുന്നറിവുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴത്തെ ഏട്ടൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇനി പുതിയ എന്ത് ന്യായവാ നിങ്ങൾക്ക് അവരെ പറ്റി പറയാനുള്ളതെന്നാണ് വൈജി ചോദിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് മനു അങ്ങോട്ടേക്ക് വരുന്നു. ആൻറ്റി, വെറുതെ കാടടച്ച് ഇങ്ങനെ ഓരോന്ന് പറയരുതേ. ഇത് കേൾക്കുന്ന വൈജ, നിന്നോട് ഞാൻ വല്ലതും സംസാരിച്ചോ? ഞാൻ എൻ്റെ ഏട്ടനോടല്ലേ സംസാരിച്ചുകൊണ്ട് നിന്നത്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കമല, നീ എന്തിനാ മനു അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നത്? എന്നാ ഞാൻ ഇനി ഒന്നും സംസാരിക്കുന്നില്ലെന്നും പറഞ്ഞ് മനുശങ്കർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. ഗംഗാധരനാകട്ടെ, ഞാൻ മനുവിനെ ചെന്നൊന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറുന്നു. ഇത് കമലയും വൈജയും ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിനുശേഷം ഗംഗാധരൻ നേരെ ചെന്നത് അമ്മയുടെ മുറിയിലേക്കാണ്. നീ വന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നിന്റെ സ്വരം ഞാൻ താഴ്ന്നു തന്നെ കേട്ടു. ഗംഗാധരൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് സുഖമല്ലേ?
മറുപടിയായി അമ്മ ശിവൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ആശ്വാസമുണ്ട്. അതെന്താ അമ്മേ, ശിവനില്ലെങ്കിൽ തന്നെ ഇപ്പം എന്താ? മറുപടിയായി അമ്മ, അവനില്ലാത്തപ്പം മുഴുവൻ കമലയുടെ പട്ടാള ഭരണമല്ലേ. ഇലികേൾക്കുന്ന ഗംഗാധരൻ പട്ടാളത്തിലല്ലെങ്കിലും ഇങ്ങനൊന്നുമല്ല. കുറച്ച് ഡിസിപ്ലിനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അവനിപ്പോൾ പഴയ പോലൊന്നും അല്ല. വേണ്ടി വന്ന കമലയെ നിലയ്ക്ക് നിർത്താനുള്ള തൻ്റെ ഇടമൊക്കെ ആയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഗംഗാധരൻ അറിയേണ്ടത്. അതിനുശേഷം അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോനെ പെട്ടെന്നൊരു വരവ്? നീ വരുന്ന വിവരം ആരും തന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ. മറുപടിയെ ഗംഗാധരൻ, ഞാൻ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞില്ല അമ്മേ. പെട്ടെന്ന് ഇങ്ങോട്ട് പോരണമെന്ന് തോന്നി, അപ്പോൾ തന്നെ കാറും എടുത്ത് പോന്നു. ഇത് കേൾക്കുന്ന അമ്മ, അങ്ങനെ നീ വരുന്നയാളല്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? പറയാനുള്ള കാര്യം ആദ്യം ഒന്ന് മടിച്ച ശേഷം ഗംഗാധരൻ പറയുന്നു, ബാലൻ ഇന്നലെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ലീന കടപ്പാട്ടൂരിൽ നിന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇത് കേൾക്കുന്ന അമ്മ, നീ എന്ത് പറഞ്ഞു? മറുപടിയെ ഗംഗാധരൻ, ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിലും ബാലൻ്റെ ഉദ്ദേശം വേറെയാ. എൻ്റെ കൂടെ സബോർഡിനേറ്റായിട്ട് ജോലി ചെയ്ത സ്റ്റാൻലിയെ അമ്മ ഓർക്കുന്നില്ലേ? അല്പം ഒന്ന് ഓർത്ത ശേഷം, മുമ്പ് ഒരിക്കൽ ഇവിടെ വന്നിട്ടില്ലേ? പക്ഷേ അന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാലൻ അയാളെ തിരക്കി പോയിരിക്കുകയാണെന്നാണ് ഗംഗാധരൻ ഇപ്പോൾ അമ്മയോട് പറയുന്നത്. എൻ്റെ അടുത്ത് വന്ന് സ്റ്റാൻലിയുടെ അഡ്രസ്സും കളക്ട് ചെയ്തിട്ടാണ് ബാലൻ പോയിരിക്കുന്നത്. എന്തിനാ മുന്നേ നീ ഇത് കൊടുക്കാൻ പോയെന്നാണ് അമ്മ ദേഷ്യത്തോടുകൂടി ഇപ്പോൾ ചോദിക്കുന്നത്. ഞാൻ കൊടുത്തില്ലെങ്കിൽ അയാൾ പ്രശ്നം ഉണ്ടാക്കും. മാത്രമല്ല പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞെന്നിരിക്കും. അയാൾ സ്റ്റാൻലിയെ കാണാൻ പോയിരിക്കുക പുനലൂർക്ക്. സ്റ്റാൻലിയെ കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തിനാന്നാണ് അമ്മ ചോദിക്കുന്നത്. മറുപടിയായി ഗംഗാധരൻ അലീനെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്. കാരണം അയാളാണല്ലോ അവളുടെ അച്ഛൻ. ഇക്കാര്യം എങ്ങനെ പോയാലും വൈജ അറിയില്ലേ എന്നാണ് ഗംഗാധരൻ ചോദിക്കുന്നത്. അതിന് വൈജ ഇക്കാര്യമൊക്കെ എങ്ങനെ അറിയാമെന്നാണ് അമ്മ തിരിച്ചു ചോദിക്കുന്നത്. ബാലേന്ദ്രൻ്റെ മക്കൾ വഴി തന്നെ അലീന ഇനി എവിടേക്കാണ് പോകുന്നതെന്നുള്ള വിവരം അവരറിയാതിരിക്കുമോ? ബാലേന്ദ്രനപ്പോൾ ഇപ്പോൾ സ്റ്റാൻലിയെ കണ്ടോന്നാണ് അമ്മ ചോദിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കാണുമെന്ന് ഗംഗാധരൻ പറയുന്നു. അമ്മയപ്പോൾ മറ്റൊന്ന് ചോദിക്കുന്നുണ്ട്, അവൻ നിൻ്റെ വീട്ടിൽ വന്നോ? നമ്മളെല്ലാം കൂടി ബാലിനെ ചതിച്ചിരുന്നല്ലേ അയാളുടെ ഇപ്പോഴത്തെ ചിന്താഗതി. അതുകൊണ്ട് ഹോട്ടലിൽ വന്ന് റൂം എടുത്ത ശേഷം എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ചെയ്തതെന്നാണ് ഗംഗാധരൻ പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തലയുരാൻ എന്താ ഒരു വഴിയെന്നാണ് അമ്മ ചോദിക്കുന്നത്. അതിനാകെ ഒരു വഴി മാത്രമേ ഉള്ളൂ. വൈജ തിരിച്ച് കടപ്പാട്ടൂരേക്ക് പോകണം. അലീനയെ പറഞ്ഞു വിടാനും പാടില്ല. അക്കാര്യം എന്തായാലും നടക്കില്ലെന്നാണ് അമ്മ പറയുന്നത്. ഞാൻ തന്നെ എത്ര തവണ അവളോട് പറഞ്ഞു നോക്കി. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ ബാലൻ സ്റ്റാൻലിയെ കാണും. ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് അത് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മ ഇപ്പോൾ ഗംഗാധരനോട് പറയുന്നുണ്ട്, നീ ഏതായാലും അവളോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ. നിന്നെ അവൾക്ക് ഇച്ചിരിയെങ്കിലും പേടിയുണ്ട്. അവളോട് ഞാനാണ് സംസാരിക്കാൻ ചെല്ലുന്നെങ്കിൽ അവളുടെ സംസാരം കേട്ടിട്ട് വല്ല അടി കൊടുത്തു പോകും. അതുകൊണ്ട് ശിവനും കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ശേഷം മനുശങ്കരൻ ഗംഗാധരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത്തിനും ബബിതയ്ക്കും ഇപ്പോഴും അറിയില്ലല്ലേ അലീന ആരുടെ മകളാണെന്ന്. മറുപടിയെ മനു, ഇല്ല വില്ലിച്ച, ആകെ കൃഷ്ണമോൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഗംഗാധരൻ മറ്റൊന്ന് ചോദിക്കുന്നു, ഇവിടെ അലീനയുടെ വിവരം പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? വൈജാൻ്റെ അമ്മയും കൂടി എന്നെ അച്ഛനെയും അടിച്ചൊതുക്കി നശിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ശിവേട്ടനും അങ്ങോട്ടേക്ക് വരുന്നു. ഗംഗാധരനെ കണ്ടപാടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് പക്ഷേ ഫോണിലൂടെ സംസാരിച്ച് ശരിയാവത്തില്ല. അതാ ഞാൻ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അതേങ്ങേട്ടാ വല്ല പ്രശ്നമാണെന്നാണ് ശിവേട്ടൻ്റെ ചോദ്യം. കാര്യങ്ങളെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് ഗംഗാധരൻ്റെ മറുപടി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.